ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നുമില്ല. ഇന്ന് നമുക്ക് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകാമെന്ന് ഓർത്തേ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ തൃപ്പൂണിത്തുറയിൽ പൂർണ്ണത്രേശൻ്റെ അടുത്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഓർത്ത് നമുക്ക് കൊടുങ്ങല്ലൂർ, തൃപ്രയാറും പഴനിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ നമ്മൾ വൈറ്റില കഴിഞ്ഞേ. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര തിരക്കൊക്കെയാണ്. അപ്പോൾ ഇനി മഴയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് മഴക്കൊക്കെ മുമ്പ് പോയി വരാമെന്ന് ഓർത്ത്. എന്നാലും മഴയുണ്ടായിരുന്നേ, മഴ പൊടിയണുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് പഴനിക്ക് പോണത്, 1 വർഷം കഴിഞ്ഞേ. അല്ലെങ്കിൽ ഞങ്ങൾ 6 മാസം കൂടുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ തൃപ്രയാറും കൊടുങ്ങല്ലൂരും ഒക്കെ പോകാറുള്ളതാണ്, ഗുരുവായൂരൊക്കെ. അപ്പോൾ ഇപ്പോൾ കുറേ നാളുകളായി പോയിട്ട്. അപ്പം നമ്മൾ വരാപ്പുഴ പാലാണ് കയറണേ. ഇനി ഇങ്ങോട്ട് തിരക്ക് കൂടും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോഡ് പണി നടക്കുവാണ്. ഈ നാഷണൽ ഹൈവേയുടെ റോഡ് പണിയാണ് നടക്കുന്നത്. 6 വരിപ്പാതയുടെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ 5 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് ഓർത്തതാണ്. എന്നിട്ടും 6 മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. ഈ ജോലി സമയമൊക്കെ അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കങ്ങോട്ട് വരും, ഭയങ്കര ബ്ലോക്കായിരിക്കും. ഇപ്പോൾ വലിയ ബ്ലോക്കില്ലാതെ ഞങ്ങളങ്ങോട്ട് കടന്നു പോവുകയാണേ. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ബസ്സും വണ്ടികളും എല്ലാം വന്നു കഴിയുമ്പോഴത്തേനും നമ്മളിവിടെ ഒത്തിരി നേരം കിടന്ന് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ തെറ്റുകളൊക്കെ സംഭവിക്കും കേട്ടോ, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നമ്മുടെ ഈ എറണാകുളം ജില്ലയിലാണ് തിരക്ക് കൂടുതൽ കേട്ടോ. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് ആയപ്പോഴത്തേനും ഇത്തിരി തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, 2 സൈഡും റോഡ് പണിയുടെ ഇതിലാണ്. പിന്നെ നമുക്ക് കൊടുങ്ങല്ലൂർ ചെന്ന് തൊഴണം. കൊടുങ്ങല്ലൂർ ഇത്തിരി നേരത്തെ ചെന്നാൽ നട അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ടി വരുമേ. എപ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും നട അടച്ചേക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ തൊഴാൻ പറ്റാറുണ്ട്. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഈ ബ്ലോക്കൊക്കെ കിട്ടി വന്നപ്പോഴത്തേനുമേ. അപ്പം നമ്മൾ കൊടുങ്ങല്ലൂരേക്ക് തിരിഞ്ഞേ. അപ്പോൾ ഇവിടെ ഇത്തിരി ഇടുങ്ങിയ വഴിയൊക്കെയാണ്. ഇനി നമുക്ക് ഹൈവേ വരുമ്പോഴത്തേനും നല്ലൊരു വഴി കിട്ടും. ഇപ്പം മഴയൊക്കെ നല്ലതുപോലെ പെയ്തിട്ടുണ്ട്, റോട്ടിലൊക്കെ വെള്ളം കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്യുന്നത് വണ്ടി. ഇതിപ്പോൾ ബാക്ക് വശാണ്. അപ്പം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആവാൻ പോവുകയാണ്. ആ കുളം ചുറ്റി വരുന്നതാണിത്. മഴയില്ലാത്തതൊരു ഭാഗ്യമായി. മഴയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും നമ്മൾ.
ഒത്തിരി അധികം നേരമുണ്ട് പറയാനായിട്ട്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായേ. നമുക്ക് വണ്ടി ഇട്ടിട്ട് വരാം. മക്കൾ 2 പേരും ഉണ്ട്. ഒരാളാണ് വീഡിയോ പിടിക്കണേ. അപ്പം നമുക്കിവിടെ വണ്ടി ഇട്ടിട്ട് തൊഴാനായിട്ട് പോകാം. ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നിരിക്കുവാണ് തൊഴാൻ വേണ്ടി. നമുക്ക് തൊഴാൻ പോകാം. അപ്പം ഞാനും അച്ഛനും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നേ. അപ്പോൾ ഇവിടെ നട അടച്ചേക്കുവാണ്. നല്ല തിരക്കുണ്ട്. അപ്പം നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ചു പോരുവാണ്. പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റി. തിരക്കുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് അവരാളെ കയറ്റി വിട്ടേ. ഇനി നമ്മൾ തൃപ്രയാറിനാണ് പോണ വഴിക്കുള്ള അമ്പലങ്ങളിലേക്കാണ് കയറണേ. ഗുരുവായൂർ ഇത്തവണ കയറുന്നില്ല. അപ്പോൾ അവിടെ എന്തോ വൈശാഖ മാസത്തിൻ്റെ എന്തോ ഇതൊക്കെ നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കാന്നിങ്ങനെ പത്രത്തിൽ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗുരുവായൂർ തന്നെയായിട്ട് ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഗുരുവായൂരും കൂടെ തൊഴുതിറങ്ങുമ്പോഴത്തേനും നമ്മൾ പഴനി ചെല്ലുമ്പോഴത്തേനും ഒത്തിരി താമസിക്കും. പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൊഴാനൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ കാർഡൊക്കെ കാണിച്ച് കഴിയുമ്പോഴത്തേനും അവർ പെട്ടെന്ന് കടത്തി വിടാറുണ്ട്. പക്ഷെ അതിലും വലിയ തിരക്കാണിപ്പോൾ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോകണ്ടെന്ന് വെച്ചത്. പിന്നെ മഴക്കാലവും കൂടിയാലോ. അപ്പം അങ്ങനെ ഞങ്ങൾ തൃപ്രയാർ പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ പാലം പണിയൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. നമുക്ക് വളരെ പെട്ടെന്ന് ഓരോ സ്ഥലത്ത് എത്താമല്ലോ. അപ്പോൾ നമ്മൾ തൃപ്രയാർ അടുക്കാറായേ. ഇവിടെയൊന്നും അധികം അങ്ങനെ തിരക്കില്ല കേട്ടോ. പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിലും റോഡിൻ്റെ പണി, പാലമല്ല റോഡിൻ്റെ പണി. നമ്മുടെ എറണാകുളം ജില്ലയിട്ട് കയറിയാലാണ് തിരക്ക്. അപ്പം നമ്മളങ്ങനെ തൃപ്രയാർ എത്തിയേ. നമ്മൾ അമ്പലത്തിൻ്റെ റോട്ടിലേക്ക് തിരിഞ്ഞേ. റോട്ടിൽ നിന്ന് ഒരല്പം ദൂരമുണ്ട് അമ്പലത്തിലേക്ക്.
നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തൂല. അപ്പം നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായേ. ഞാനും അച്ഛനും ആദ്യമേ ഇങ്ങോട്ട് പോകുന്നു. മക്കൾ പുറകെ ഉണ്ടേ. ഇവിടെ എത്തിയപ്പോൾ മഴയൊന്നുമില്ല. അപ്പം നമുക്ക് തൊഴുതിട്ട് വരാം. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറുവാണേ. അപ്പം അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി. ഇനി ഇവിടെ മീനൂട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ സ്റ്റെപ്പ് ഇപ്പം നല്ല താഴ്ചയിലാണ്. നമുക്ക് ഇറങ്ങി പോകാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പോൾ ഇത്തവണ ഇവിടെ ചെറിയ മീനുകളാണ്. നേരത്തെയൊക്കെ ഒത്തിരി വലിയ മീനുകളൊക്കെ വരുമായിരുന്നു. പിന്നെ ഇങ്ങനെ പൊടി ചെമ്മീൻ, അധികം വലിപ്പമില്ലാത്ത മീനെയൊക്കെ പിടിച്ചെടുത്തെന്ന് തോന്നുന്നു. കണ്ടോ, ചെറിയ ചെറിയ മീനുകളാണ്. ഒരു സൈഡിൽ മൊത്തം, ഞാൻ നിൽക്കുന്ന സൈഡിൽ മൊത്തം ചെമ്മീനാണ്, കുഞ്ഞു ചെമ്മീൻ. ഉണ്ട് അവിടെ തീരെ പൊടി ചെമ്മീനാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്ക് അടുത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൂട്ടും കഴിഞ്ഞ് നേരെ പോരുവാണേ. ഇച്ചിരി നല്ല കാലുവേദനയുണ്ട് ഇരുന്നിട്ടേ. അപ്പോൾ അതേ ഇവിടെ വെടിവഴിപാട് നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ തൃപ്രയാറും തൊഴുത് നമ്മൾ ഇറങ്ങി. ഇനി ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.